Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by ഇനി കൺഫ്യൂഷനേ വേണ്ട, ഉപരിപഠനം ഫ്ലൈ വേൾഡിലൂടെ തന്നെ. Sponsored by Iconic Investing. Co-powered by Global Laboratories. Co-presents Wisdom Education, Sharjah and Abu Dhabi. സ്വയം വേദനിച്ചാലും മറ്റാരെയും വേദനിപ്പിക്കാതിരിക്കാൻ ചില മൗനങ്ങൾ പലപ്പോഴും നല്ലതാണ്. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഓസ്ട്രേലിയ എന്ന വലിയൊരു സ്വപ്നമായിട്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിട്ട് ഇവിടെ വന്നിറങ്ങുന്ന നമുക്ക്, അതിപ്പം സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഫാമിലീസ് ആയിക്കോട്ടെ, ഒത്തിരി സ്വപ്നങ്ങളും ബിസിനസ് ഐഡിയാസ് ആയിട്ട് വരുന്ന ഓൺട്രപ്രണേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് ഒട്ടും സുപരിചിതമല്ലാത്ത ഒത്തിരി ടേംസിന്റെയും പ്രോസസ്സിന്റെയും ഒത്തിരി നൂലാമാലകളുടെ ഇടയിലേക്കാണ് നമ്മൾ വന്ന് ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. ABN, ടാക്സ് ഫയൽ നമ്പർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞാലോ, എൻഡ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഒരേപോലെ ടെൻഷൻ അടിച്ച് നോക്കുന്ന ഒരു കാര്യമുണ്ട്. നല്ലൊരു അക്കൗണ്ടന്റിനെ കിട്ടാൻ. വെറും ഒരു അക്കൗണ്ടന്റിനെ കിട്ടിയിട്ട് കാര്യമില്ല, കണ്ണടച്ച് വിശ്വസിക്കാവുന്ന, ടാക്സേഷൻ റൂൾസിന്റെ ഇൻസൈഡ് ഔട്ട് അറിയാവുന്ന, നമുക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു അക്കൗണ്ടന്റ്. അങ്ങനെ കുറേ ചോദ്യങ്ങളായിട്ട് ഞാനിവിടെ വന്നെത്തിയിരിക്കുന്നത് സൗത്ത് ഓസ്ട്രേലിയയിലെ അഡ്ലീഡിലാണ്. നമസ്കാരം, ഞാൻ നിക്കിത പോൾ. ഏഷ്യാനെറ്റ് പ്ലസിന്റെ ഫോക്കസിന്റെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് മിസ്റ്റർ സാക്കി ജെയിംസൺ, ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഓഫ് ദ ടോട്ടൽ അക്കൗണ്ടിങ്. ഒരു ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയിൽ നിന്നുള്ള തുടക്കം, പിന്നെ ഫോറക്സും ബാങ്കിങ്ങിലും എല്ലാം ഉള്ള എക്സ്പീരിയൻസ്, 10-16 വർഷത്തിൽ കൂടുതലുള്ള ഫൈനാൻസ് എക്സ്പെർട്ടീസ്, ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഓസ്ട്രേലിയയിൽ തന്നെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ടോട്ടൽ അക്കൗണ്ടിങ് എന്ന ഈ ഫേമിന്റെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ അല്ലെ. ഐ എം പ്രിറ്റി ഷുവർ ദ ജേർണി വാസൻ ഈസി. ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും, ഒത്തിരി കണ്ണുനീരും പ്രാർത്ഥനയും പ്രയത്നവും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവുക അല്ലെ. ശരിക്കും പാലക്കാരൻ സാക്കി എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ഇത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റ് ആയത്? ഇത് എന്റെ ആഗ്രഹത്തെക്കാളും കൂടുതൽ എന്റെ അപ്പന്റെ ആഗ്രഹമാണ്. പറയാൻ എളുപ്പമാണ്, പക്ഷെ നടത്തി വരുത്താൻ പാടായിരുന്നു. നെവർ ഈസി. ഫെയിൽഡ് മിസറബിളി സെവറൽ ടൈംസ്. 2019 എനിക്ക് ഫുള്ളല്ല, ഞാൻ IPA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അക്കൗണ്ട്സിന്റെ പബ്ലിക് പ്രാക്ടീസ് ലൈസൻസ് കിട്ടി. അതിനുശേഷം എനിക്ക് TPP ടാക്സ് പ്രാക്ടീസ് ലൈസൻസ് കിട്ടി. അത് കഴിഞ്ഞ് ASIC ലൈസൻസ് കിട്ടി. 16 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ എക്സ്പീരിയൻസ് അത് എനിക്കൊരു യുണീക് സെല്ലിംഗ് ആണ്, യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം. ഫോറിൻ എക്സ്ചേഞ്ച്, UA എക്സ്ചേഞ്ചിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതും വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നാട്ടിലെ റൂൾസും ഈക്വലി അറിയാം. അതെന്ന് വെച്ചാൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് നമ്മളോട്, നാട്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ അപ്പൊ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താലുള്ള ഗൈഡ് ലൈൻസ് തന്നെയാണ് എല്ലാവരും ഫേസ് ചെയ്യുന്നത്. നാട്ടിലൊരു സ്ഥലം വിറ്റാലെന്നായി അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും എനിക്ക് ആൾക്കാർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ബാങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യുന്നുള്ള അറിയാം. അപ്പൊ ആ ഇൻഫർമേഷൻ യു ഹാവ് ദാറ്റ് ഇൻ യുവർ ബാക്ക് പോക്കറ്റ്. അതെ, കാരണം അത് ആ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ അക്കൗണ്ടന്മാർക്കുണ്ടെന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഫോറിൻ എക്സ്ചേഞ്ചിന്റെ എക്സ്പീരിയൻസും, കാരണം ഇപ്പൊ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് എങ്കിൽ അവർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട AML ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ മണി ലോണ്ടറിംഗ് ഗൈഡ് ലൈൻസോ അതെനിക്കറിയാം, കാരണം ഞാൻ അത് UA എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അക്കൗണ്ടിങ് ആക്ച്വലി ഇറ്റ്സ് ഓൾസോ എ പാർട്ട് ഓഫ് ദ ഫ്ലൈവേൾഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അല്ലെ. ഫ്ലൈവേൾഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇറ്റ്സ് എ ബിഗ് അംബ്രല്ല. എന്താ പറയാ, ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പ്, ഒരു കുഞ്ഞ് സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയാം അല്ലെ. ഫ്ലൈവേൾഡിനകത്ത് ഇല്ലാത്ത വേർട്ടിക്കൽസ് ഇല്ല. ഫ്ലൈവേൾഡ് ഇമിഗ്രേഷൻ തൊട്ട് ഓവർസീസ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതൊക്കെ ഓവർസീസ് എഡ്യൂക്കേഷൻ ആണ്. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇത്രയും വേർട്ടിക്കൽസ് ഉണ്ട് ഇതിനകത്ത്. അക്കൗണ്ടിങ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, ട്രാവൽസ് ഉണ്ട്. ഇപ്പൊ നാട്ടിലേക്ക് പൈസ അയക്കണമെങ്കിൽ ഫ്ലൈവേൾഡ് മണി ട്രാൻസ്ഫർ ഉണ്ട്. ഇപ്പം റിയൽറ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഫ്ലൈവേൾഡിനകത്ത്. അപ്പം when a customer comes to you, ഒരാള് when they approach the flywheel umbrella, what is that extra edge they're getting? What's that extra advantage they're getting? എനിക്ക് ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, as an accountant ഞാനിപ്പോ എനിക്ക് ഈ സർവീസുകളെല്ലാം എന്റെ ക്ലയൻസിന് കൊടുക്കാം. നമ്മൾ ബേസിക്കലി ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു മൾട്ടി കൾച്ചറൽ ആൾക്കാരിലുള്ള ഓക്കെ. ഇപ്പൊ പുറത്തുനിന്ന് രാജ്യത്തുനിന്ന് ആൾക്കാർ വരണം, എന്നാലേ ഈ കൺട്രി വർക്ക് ആവത്തുള്ളൂ. അപ്പം ഫസ്റ്റ് വന്നു ഒരാൾക്ക് ഒരു TFN നമ്പർ വേണം, ABN നമ്പർ വേണം, കമ്പനി ക്രിയേഷൻ വേണം. ഇതെല്ലാം എനിക്ക് സർവീസ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഇപ്പം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഒരു കോൺട്രാക്ട് റിവ്യൂ ചെയ്യണം. ഫ്ലൈബിൾ ഫോർ കൊമേഴ്ഷ്യൽ ലോയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വന്നു, ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്നു, അവന് പെർമനന്റ് റെസിഡൻസിക്ക് പോകണം. ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ബിസിനസ്, ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസ് ഉണ്ട്.
ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, പണി ഉണ്ടാക്കി കാശുണ്ടായി നാട്ടിലേക്ക് അയക്കണം, അല്ലെങ്കിൽ നാട്ടിലേക്ക് വായിക്കാം, ഇങ്ങോട്ട് വായിക്കാം. ഫ്ലൈവേൾ മണിയുണ്ട്. ഇനിയിപ്പം നമുക്ക് കാശൊക്കെ ആയി, നമുക്കൊരു വീട് മേടിക്കണം, ഒന്ന് സെറ്റിൽ ചെയ്യണം. അപ്പൊ നമുക്ക് FW റിയാലിറ്റി ഉണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് കൺവെൻസിങ്ങിന് വീട് മേടിച്ചാൽ മാത്രം പോരെ, ഇവിടെ രജിസ്റ്റർ ചെയ്യണം, ഇല്ല മനസ്സിലായില്ല. അപ്പൊ അത് തന്നെ FW നമുക്ക് ഫ്ലൈവേൾ കൊമേഴ്ഷ്യൽ ലോയേഴ്സ് ഉണ്ട്. ഇതെല്ലാം ചെയ്തേക്കുന്നത് നമ്മളൊരു ലീഗൽ ഫേമാണ്. ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് അക്കൗണ്ടിങ് എന്നാന്ന് വെച്ചാൽ ഇതൊരു വൺ സ്റ്റോപ്പ് ഷോപ്പാണ്. ഓസ്ട്രേലിയ വൈഡ് എനിക്ക് ക്ലയൻസ് ഉണ്ട്. അതിപ്പം വെർച്വലിയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിപ്പോ എനിക്ക് 3 രീതിയിൽ ചെയ്യാം. എന്റെ ഓഫീസിൽ വരാം, ഫോണിൽ സംസാരിക്കാം, സൂം വഴി വർക്ക് ചെയ്യാം. കാരണം ഇപ്പം ഈ ഒരു ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്നെ കുറിച്ച് എന്റെ അഡ്വൈസ് എടുക്കണം, എനിക്ക് അവർക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം സ്റ്റാർട്ടപ്സ് വരുന്നതിന്റെയും ഒക്കെ ഉള്ളത് ഞാൻ ബേസിക്കലി ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യൻ സ്റ്റാർട്ടപ്സ് ഇവിടെ ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ എല്ലാം നമുക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കാൻ നമുക്ക് പറ്റും. കാരണം ഞാൻ എമർജിങ് എക്കോണമീസിലുണ്ട്. ഞാനും കേട്ടിരുന്നു സ്മോൾ ബിസിനസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനും കൂടിയാണ് ഇത്, അല്ലെ? അതും ഒത്തിരി എമർജിങ് ടെക്നോളജീസ്, AI ആയിക്കോട്ടെ, റോബോട്ടിക്സ് ആയിക്കോട്ടെ, സ്പേസ് റിലേറ്റഡ് ബിസിനസ്സസ് ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി സ്റ്റാർട്ടപ്സിനെയും ഒത്തിരി ബിസിനസ്സസിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്രം എൻ അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവ്. അപ്പം ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഓൾറെഡി ഒരു കുഞ്ഞു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളെ ഹൗ കെൻ യു ഹെൽപ്പ് ഔട്ട്? ഹൗ കെൻ യു ഹെൽപ്പ് ബിസിനസ്? ഇപ്പൊ ആ മനുഷ്യന്റെ വിഷൻ എന്നാന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ സ്ട്രക്ചറിലായിരിക്കും നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പക്ഷേ ഇൻഡിവിജ്വൽ സ്ട്രക്ചർ ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് നമ്മുടെ പേഴ്സണൽ അസറ്റിനെ, ഒരാൾ സ്യൂ ചെയ്ത പേഴ്സണൽ അസറ്റിനെ അഫക്ട് ചെയ്യും. ഇപ്പൊ കമ്പനി ആണെങ്കിൽ അത് നമുക്ക് ഇപ്പം അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി പ്രൊവിഷൻസ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഒരാൾ റിസ്ക് എടുക്കുമ്പോൾ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. റിസ്ക് മിറ്റിഗേറ്റ് പോവുകയാണെങ്കിൽ അത് തന്നെ. അപ്പൊ അങ്ങനെ കമ്പനി, അപ്പൊ ഓരോ സ്ട്രക്ചർ ഓരോ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. വന്ന് നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ഹെൽപ്പ് ആവശ്യം വന്നാൽ വി ക്യാൻ റീച്ച്. അതെ, വരിക. വൺസ് നിങ്ങൾ ഇതിനകത്ത് വന്നു പെട്ടാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ആ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ കേട്ട വേറൊരു കാര്യമായിരുന്നു, ഇപ്പൊ നമ്മൾ വേറൊരു ഓർഗനൈസേഷനിൽ, ഏതൊരു ഓർഗനൈസേഷനിൽ ചെന്നാൽ ആദ്യം ഒരു ഇനിഷ്യൽ കൺസൾട്ടേഷൻ ഉണ്ടല്ലോ. പലയിടത്തും അത് ജസ്റ്റ് ഫോർ നെയിം സേക്ക്, പേരിന് വേണ്ടി ധൃതി പിടിച്ച് റഷ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ മിസ്റ്റർ സാക്കിയുടെ ഇനിഷ്യൽ കൺസൾട്ടേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് കേട്ടു. ഭയങ്കര സമയമെടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ എല്ലാ കൺസേൺസും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാക്കി ശരിക്കും അവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് ജെനുവിൻ ആയിട്ട് ഉള്ള രീതിയിൽ അവരെ ചെയ്യുന്ന ഒരു കൺസൾട്ടേഷൻ ആണെന്ന് കേട്ടു. ഇത് സംഭവിക്കുകയാണോ? കാണാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ, ഇവർക്ക് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണും. അവർക്ക് ആ ഒരു ഇപ്പം പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരാളാണ് എങ്കിൽ അവർക്ക് ക്വസ്റ്റ്യൻസ് ധാരാളം. അവർ റിസ്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു പോയിന്റിൽ അവർക്ക് കംഫർട്ട് ലെവലിൽ വരണം. അപ്പൊ ഞാൻ എന്നെ എന്ന് വെച്ചാൽ ആ ക്ലയന്റിന്റെ ആരാണെങ്കിലും ആ ക്ലയന്റിനെ കണ്ട് അവരോട് സംസാരിച്ച് അവരുടെ ആഗ്രഹങ്ങൾ എന്താന്ന് കണ്ട്, അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ എന്നാന്ന് കണ്ട്, എന്നിട്ടാണ് ഞാൻ പറയും ഇന്നത് വഴി ചെയ്യുക. ഓക്കെ, ഇപ്പൊ വേറൊരു ഗുണം വെച്ചാൽ എക്സിസ്റ്റിംഗ് ക്ലയന്റ് ബേസിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ എന്റെ ഒരു ക്ലയന്റ് ഉണ്ട്, ആ ക്ലയന്റിന് ഒരു റിക്വയർമെന്റ് ഉണ്ട്. അപ്പം മറ്റേ ക്ലയന്റ് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സ്റ്റുഡന്റ് സ്പേസിൽ ഒത്തിരി വെരി ക്ലോസ്ലി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പം പലരും സ്റ്റുഡന്റ് സ്പേസിൽ എന്തോരം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട് ഇവിടെ. ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻസ് കിട്ടിയത് മിസ്റ്റർ സാക്കിക്കായിരുന്നു. അത് എന്താണ് സംഭവം? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വന്ന് പഠിച്ചപ്പോ എനിക്ക് CPA എന്നാന്നോ പോലും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ ഓഫീസിൽ തന്നെ എല്ലാ വർഷവും ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും ഒരു സ്റ്റുഡന്റിന്റെ ഒരു സാധാരണ ആൾക്കാർക്ക് ചെയ്യുന്ന ഒരു ഫീസ് മേടിക്കാറില്ല. കാരണം എനിക്കറിയാം അവരുടെ ലൈഫ് എത്രത്തോളം ഹാർഡാണെന്നുള്ളത്. അപ്പം അവർ ഒരു വശത്ത് അവർക്ക് പഠിക്കണം, മറുവശത്ത് ജോലി ചെയ്യണം, നാട്ടിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജീവിക്കാൻ പാടുപെടുന്ന പിള്ളേരുണ്ട്. അപ്പൊ ഞാൻ എസ്പെഷ്യലി ഞാൻ അത് എപ്പോഴാണ് കണ്ടെന്ന് ചോദിച്ചാൽ കോവിഡിന്റെ സമയം ഞാൻ ശരിക്കും കണ്ടു. അത് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഞാനത് അങ്ങ് വലിയൊരു കാര്യമായിട്ടൊന്നും അല്ല പറയുന്നത്, പക്ഷെ വിത്തിൻ മൈ ലിമിറ്റ്സ് ഞാനത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നോർമൽ റേറ്റ്സിനേക്കാളും താഴ്ന്ന ഒരു ഫിഗർ ആയിരിക്കും എപ്പോഴും ഞാൻ
സ്റ്റുഡൻസിന്റെ നിന്ന് വാങ്ങുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. അല്ല, ട്രസ്റ്റ് മീ, അത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അറ്റ്ലീസ്റ്റ് പിള്ളേർക്ക് അതൊരു ചെറിയ കാര്യമല്ല. കാര്യം ഞാൻ പറഞ്ഞപ്പോ തന്നെ സാക്ഷിയേട്ടൻ അറിയാം. ഇപ്പൊ സത്യം പറഞ്ഞുണ്ടല്ലോ, കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് മേജർ ഹെഡ്ലൈൻസിലൊക്കെ ഞാൻ കാണുന്ന ഒരു സംഭവമാണ് ഈ എൻഡ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ ചേഞ്ചസ്, റീസെന്റ് അപ്ഡേറ്റ്സിലൊക്കെ സൈഡ് ഹസ്ലേഴ്സ് അണ്ടർ ദ റേഡാർ എന്ന് പറഞ്ഞിട്ട് കുറെ സ്ഥലത്ത് കണ്ടു. അപ്പം ഉബർ ഈറ്റ്സ് അല്ലെങ്കിൽ ഡോ ഡാഷേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, യൂട്യൂബേഴ്സ്, അങ്ങനെ ഈ വരുന്ന സൈഡ് ഹസൽസ് എല്ലാം സൈഡ് ഹസൽ ഇൻകം കൂടെ നമ്മൾ മസ്റ്റ് ആയിട്ടും ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ കുറെ സംഭവങ്ങൾ. നമുക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻകം ഡിക്ലെയർ ചെയ്തിരിക്കണം. നമുക്ക് പലപ്പോഴും പലരും ഇത് റിപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷേ ഗവൺമെന്റ് ഡാറ്റ അനലിറ്റിക്സ് നടത്തി ഇപ്പൊ ഈ സാധനം കണ്ടുപിടിക്കുന്നുണ്ട്. റൈറ്റ് ഷെയർ, പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, റെന്റൽ പ്രോപ്പർട്ടി, ഹോം ഓഫീസ് കാൽക്കുലേഷൻസ്, ഇതെല്ലാം ഇതിനൊക്കെ സ്പെസിഫിക് ഗൈഡ്ലൈൻസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധിച്ചു വേണം ഈ വർഷങ്ങളിൽ ഇനി അങ്ങോട്ട് ചെയ്യാൻ. ചെയ്തില്ല ഞാൻ ഉറപ്പ് പറയാം, നോട്ടീസ് വരും. നിങ്ങൾക്കൊരു ഇൻകം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് TFN ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ ലോഡ്ജ്മെന്റ് അഡ്വൈസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഫയൽ ചെയ്ത് പോകണം. ഓക്കെ, ഇതൊന്നും ഒരു കാരണവശാലും ആദ്യമായിട്ട് ഈ രാജ്യത്ത് വരുന്ന ഒരാൾക്ക് അറിയുണ്ടാവില്ല. അതെ അതെ, തീർച്ചയായിട്ടും. ശരിക്കും ഇത്ര നേരം ഇരുന്ന് സംസാരിച്ചപ്പോ തന്നെ there is something I really want to ask you. പാലേന്ന് ഇവിടം വരെ എത്തി, ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഒത്തിരി സ്ട്രഗിൾ ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ നേടി, ഒത്തിരി പേരെ ഇപ്പൊ സഹായിക്കുന്നു. ശരിക്കും വാട്ട് ഈസ് ദ secret? What is your mantra for success? Mantra say there is virtually nothing in this world you cannot accomplish. Okay, if you want it badly enough and willing to work smart, okay, you should be at the right place at the right time. മാത്രമല്ല with the right people. Okay, ഇതിന്റെ കൂടെ രണ്ടു മൂന്ന് കാര്യങ്ങളോട് ഞാൻ പറയാം. Perseverance and consistency. ഇത് പെർസിവറൻസ് കൺസിസ്റ്റൻസി ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്നേക്കാളും സ്കിൽഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുപോലെ പണിയെടുത്തിട്ടാണ് അതുപോലെ അതാ ഞാൻ പെർസിവറൻസ് ആൻഡ് കൺസിസ്റ്റൻസി. നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കും, നമ്മൾ തോറ്റോണ്ടേയിരിക്കും. പക്ഷെ പെർസിവറൻസ് വേണം. നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ എത്തും. 2019 ഒക്ടോബറിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്രയും കൺവിക്ഷനോട് പറയുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞു ഒരു ലെവല് കഴിഞ്ഞ് നമ്മൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, റൈറ്റ് പീപ്പിള്, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസിൽ അത് എത്തിയാൽ നമ്മൾ ആ സക്സസ് ലെവലിൽ എത്തും. ഇപ്പൊ ഞാൻ പറഞ്ഞ സിംഗ്ലി എന്ന് പറഞ്ഞൊരു ആപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. അതിപ്പോ മാർക്കറ്റിലേക്ക് വരും. ഇപ്പൊ അടുത്ത ആഴ്ച ഞാൻ ലോഞ്ച് ചെയ്യാണ്. എന്റെ ക്ലയൻസിന് എല്ലാവർക്കും ചെല്ലും. സിംഗ്ലിയുടെ ആപ്പ് ടാക്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു തുടക്കമാണ്. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. ഞാൻ ആക്ച്വലി ആപ്പിന്റെ കാര്യം കേട്ടപ്പോഴും ആലോചിക്കായിരുന്നു. ഞാൻ ആം ഫ്രം IT. എനിക്ക് ഫൈനാൻസിൽ ഒരു ബന്ധമില്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് ഫൈനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ ടാക്സ് ഫയലിംഗ് ഒക്കെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നെ പോലത്തെ ഒത്തിരി ആൾക്കാരുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓരോ ടാക്സ് ഫയലിംഗ് പീരീഡ് എത്തുമ്പോഴത്തേക്കും പേടിയാണ്. ബിക്കോസ് ദർസ് എ ലോട്ട് ഓഫ് ബാക്ക് ആൻഡ് ഫോർത്ത്, ദർസ് എ ലോട്ട് ഓഫ് അഡ്മിൻ. അപ്പൊ ഇഫ് ദർ ഇസ് എൻ ആപ്പ് ദാറ്റ് കൻ മേക്ക് അവർ ലൈഫ് സിമ്പിൾ, അതിപ്പോ ഒരു ആപ്പിന്റെ അകത്ത് തന്നെ നിങ്ങളുടെ എല്ലാ ലൈഫ് ഭയങ്കര സിമ്പിൾ ആക്കുക. Absolutely loved having this conversation with you. Thank you so much. അപ്പോൾ you know the drill. എന്തെങ്കിലും ടാക്സേഷൻ അല്ലെങ്കിൽ ഫൈനാൻസ് റിലേറ്റഡ്, അക്കൗണ്ടിങ് റിലേറ്റഡ് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ you know whom to reach out to. വെബ്സൈറ്റ്സ് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്. വിൽ പ്രൊവൈഡ് ഓൾ ഓഫ് ദാറ്റ് ഹിയർ. ഓൾസോ ഞാൻ കേട്ടു വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾ ഹെൽപ്പ് ചോദിച്ചു വിളിച്ചു കഴിഞ്ഞാൽ യു ഹാവ് എ സിസ്റ്റം, കോൾ ബാക്ക് കിട്ടും. സോ യു ആർ ഇൻ സേഫ് ഹാൻഡ്സ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ യുവർ ടൈം. Nice talking to you. You too, and good luck with your future. Thank you very much. Thank you. പൊന്നപ്പ അടതങ്കക്കുട്ടപ്പ തിരുവഞ്ചൂർക്കാവിൽ ഗജവീരന്മാർ 50. എന്റെ പൊന്നMG അണ്ണ, പുറത്തു പോയി പഠിക്കാൻ തീരുമാനിച്ച അന്ന് മുതൽ ഓരോ ഏജൻസി കയറി ഇറങ്ങുമ്പോഴും എന്റെ അവസ്ഥ ഏതാ, ഒറിജിനൽ ഏതാ, ഡ്യൂപ്ലിക്കേറ്റ് ഏതാ, ഒന്നും മനസ്സിലാകുന്നില്ലെന്ന്. അതും പോരാഞ്ഞിട്ട് എത്ര രാജ്യങ്ങൾ, എത്ര യൂണിവേഴ്സിറ്റികൾ, എത്ര കോഴ്സുകൾ. സത്യം അടുത്ത വട്ടം അണ്ണന്റെയാണ്. കൺഫ്യൂഷൻ തീർക്കണമേ. പിന്നെ കൺഫ്യൂഷൻ ഞാൻ തീർത്തുതരാം. ഫ്ലൈ വേൾഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ. സ്റ്റഡി വിസ മാത്രമല്ല, എഡ്യൂക്കേഷൻ ലോൺ, പെർമനന്റ് റെസിഡൻസി, അങ്ങനെ ഓവർസീസ് യാത്രയ്ക്കുള്ള അൾട്ടിമേറ്റ് സൊല്യൂഷനാണ് ഫ്ലൈ വേൾഡ്. ഇനി കൺഫ്യൂഷനേ വേണ്ട. ഉപരിപഠനം ഫ്ലൈ വേൾഡിലൂടെ തന്നെ. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. ന്യൂസിലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒരു രജിസ്റ്റേർഡ് നഴ്സായി മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സാണ് നിങ്ങളെങ്കിൽ
നിങ്ങളുടെ യാത്രയിലെ ഓരോ ഘട്ടത്തിലും OET മുതൽ CGFNS, IQN, OSCE, വിസ പ്രോസസ്സിംഗ് തുടങ്ങി അവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി മൈൻഡ്രിയുടെ വളരെ ഡെഡിക്കേറ്റഡും എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള ഒരു ടീം തന്നെയാണ് നമുക്കുള്ളത്. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രൊമെട്രിക് എക്സാംസും ഡേറ്റ ഫ്ലോയും USA, കാനഡയ്ക്ക് വേണ്ടിയുള്ള NCLEX RN എക്സാംസും അതിൻ്റെ പേപ്പർ വർക്ക്സും UK CBT പ്രോഗ്രാംസും ഇവിടെ അവൈലബിൾ ആണ്. ഇതുവരെ 4000-ലധികം നഴ്സുമാരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ മൈൻഡ്രിയുടെ വിശ്വസ്തതയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും നിറവേറ്റാനായി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. കൂടുതൽ ഇൻഫർമേഷനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. നമസ്കാരം. അടുത്തറിയാമെന്ന സെഗ്മെന്റിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നാട്ടിലും UAE-യിലും ഒരുപോലെ തന്നെ പ്രോപ്പർട്ടീസ് വാങ്ങിക്കുന്നതിനും വിൽക്കുന്നതിനും സഹായിക്കുന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ്. അൽബാബ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അൽബാബ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ ജംഷീറാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. അൽബാബ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഹായ്, ഞാൻ ജംഷീർ തോണിയൻ. 2012 നമ്മൾ UAE-യിൽ കൺസൾട്ടൻസി സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 2012 to 2015 വരെ കൺസൾട്ടൻസി സർവീസ് ബിസിനസ്സിൽ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ എഞ്ചിനീയറിംഗ് കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. 2016 നമ്മൾ കോൺട്രാക്ടിങ് കമ്പനി സ്വിച്ച് ചെയ്തു. 2020 നമ്മൾ തന്നെ ഓൺ പ്രോപ്പർട്ടി പ്ലോട്ട് ദുബായ് സൗത്തിൽ എടുക്കേണ്ടായി. 2021 തൊട്ടിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റ് ഇതിലോട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്തത്. ബിസിനസ് സെറ്റപ്പും കൺസൾട്ടൻസിയും എല്ലാം ഇപ്പോൾ നിലവിലുള്ളത് മാത്രമേ തന്നെ റൺ ചെയ്തു പോകുന്നുള്ളൂ. എക്സ്ട്രാ നമ്മൾ ആഡ് ഓൺ ചെയ്ത പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റാണ്. അത് ദുബൈയിലുണ്ട്, നാട്ടിലും നമ്മൾ ഒരേപോലെ റൺ ചെയ്യുകയാണ് ഇപ്പോൾ. നാട്ടിലുള്ളവർക്ക് UAE-യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും UAE-യിലുള്ളവർക്ക് നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അൽബാബ് ഗ്രൂപ്പ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റേഴ്സ് ലവേഴ്സിന് ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നിലായി വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ നിലവിൽ 8 പ്രോജക്റ്റ് ദുബായ് സൗത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കാരണം പ്രസിഷൻ തന്നെയാണ്. ദുബായ് സൗത്തിൽ വേൾഡിൽ നമ്പർ 1 എയർപോർട്ടായിട്ട് മാറാൻ വേണ്ടി പോവാണ്. അതർ ഫേസ് ഓഫ് ദുബായ് എന്നൊരു കൺസെപ്റ്റാണ് UAE ഗവൺമെൻറ് ദുബായ് സൗത്തിന് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ ടൈപ്പ് ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റുമായിട്ടാണ് നോർമൽ ബേസിക് ലെവലിൽ ഒരു 5,000 to 8,000 പേയ്മെൻറ്റ് റെൻറ്റ് മന്ത്ലി മാസം പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇവിടെ. സ്പെഷ്യലി മല്ലൂസ് 10 വർഷമോ 15 വർഷമൊക്കെ ഇവിടെ ഫാമിലിയായിട്ട് നാട്ടിലോട്ട് പോകുന്ന സമയത്ത് അവർ ഈ ലാൻഡ് ലോഡിന് പൈസ കൊടുക്കുന്നു, അവർക്ക് ക്യാഷ് കൊടുക്കുന്നു, ഇവർക്ക് ക്യാഷ് കൊടുക്കുന്നു. എൻഡ് ഓഫ് ദ ടൈം അവരുടെ കയ്യിലൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെയും കൂടി പരിഗണിച്ചിട്ട് ഒരു അപ്രിസിയേഷൻ അവർക്കും കൂടി കിട്ടുന്ന എൻഡ് ഓഫ് ദ ടൈമിൽ ഈ പ്രോപ്പർട്ടി അവരുടെ യൂണിറ്റ് സെല്ലാക്കുന്ന സമയത്ത് എത്രയാണോ അതുവരെ റെൻറ്റ് കൊടുത്തിരിക്കുന്ന എമൗണ്ട് അറ്റ്ലീസ്റ്റ് ആ എമൗണ്ട് എങ്കിൽ അവർക്ക് കയ്യിൽ തിരിച്ച് റിട്ടേൺ വരുന്ന രീതിയിലുള്ള ഒരു അപ്രിസിയേഷൻ അവർക്കും ഉണ്ടാകും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് മൈൻഡ് മെൻറ്റാലിറ്റി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നാട്ടിൽ. UAE ഗോൾഡൻ വിസ ആഗ്രഹിച്ചിട്ടും UAE-യിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ രീതിയിൽ ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. അവർക്ക് ഉള്ള അപ്രിസിയേഷൻ എന്ന് വെച്ചാൽ വിത്തിൻ 1 year or 2 year കൊണ്ടോ ഡബിളോ ത്രിബിളോ ആയി മാറുന്ന ലെവലുള്ള പ്രോപ്പർട്ടീസുകളും ഇൻവെസ്റ്റ്മെൻറ്റുകളും നമ്മുടെ കയ്യിലുണ്ട്. ലോകത്തുള്ള എല്ലാ മലയാളി പ്രോപ്പർട്ടി ലവേഴ്സിനും അൽബാബ് ഗ്രൂപ്പ് നാട്ടിലും UAE-യിലും നമ്മുടെ സിഗ്നേച്ചർ പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് നമ്മൾ അനൗൺസ് ചെയ്യിക്കുന്നതാണ്. അതിൽ നമ്മളൊരു പാർട്ടിസിപ്പേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അൽബാബ് ഗ്രൂപ്പ് സ്വാഗതം ചെയ്യുകയാണ്. ഹായ്, ഞാൻ ഷബീൽ, അൽബാബ് ഗ്രൂപ്പിൻ്റെ ജനറൽ മാനേജറാണ്. ഞങ്ങളുടെ അപ്കമിങ് പ്രോജക്ട്സ് ഏകദേശം 4 അപ്കമിങ് പ്രോജക്ട്സാണ് ദുബായ് സൗത്തിൽ വരുന്നത്. അതും വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുബായ് എയർപോർട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് വരുന്നത് ദുബായ് സൗത്തിലാണ്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക് നിങ്ങൾക്ക് ഏത് ക്ലയൻസിനും എത്താൻ പറ്റുന്ന പ്രോജക്ട്സാണ് ഞങ്ങൾക്ക് വരുന്നത്.
ആസ് എ ജനറൽ മാനേജർ MD പറഞ്ഞ പോലെ തന്നെ ഞാനും പറയുന്നു, ഞങ്ങളുടെ കൂടെ ആരാണോ ഞങ്ങളുടെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്ക് മിനിമം 10% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഗ്യാരണ്ടീഡ് ആയിട്ട് ഞാനും MDയോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യുന്നു. ആ ഒരു ഗ്യാരണ്ടിയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഞാൻ നവ്യ, അൽബാബ് ഗ്രൂപ്പിൽ പ്രൊജക്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ വന്നതിന് ശേഷം 5 പ്രോജക്റ്റ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. 3 പ്രോജക്ട്സ് ഓൺ ഗോയിങ് ആയിട്ട് നമുക്ക് വരാനുള്ളതാണ്. അൽബാബ് ഗ്രൂപ്പിനെ മറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് എടുത്തു പറയേണ്ടത് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലേബേഴ്സാണ് നമ്മുടെ മുതൽക്കൂട്ട്. പിന്നെ ക്ലയൻസിൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കനുസരിച്ചും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കൺസ്ട്രക്ഷൻ സ്റ്റേജിലും ക്ലയൻസിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഓരോ ക്ലയൻസിൻ്റെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അൽബാബ് ഗ്രൂപ്പ് കൂടെ നിൽക്കുന്നത്. ഏതൊരു മലയാളിൻ്റെയും സ്വപ്നമാണ് സ്വന്തമായിട്ട് ദുബൈയിലൊരു പ്രോപ്പർട്ടി ഉണ്ടാവുക എന്നുള്ളത്. സോ ദുബൈയിൽ പ്രോപ്പർട്ടി എടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഗോൾഡൻ വിസക്കൊക്കെ ചാൻസ് കൂടുതലാണ്. അതുപോലെ നമുക്കൊരു എപ്പോഴും റെൻ്റൽ കിട്ടാവുന്ന രീതിയിലും അതുപോലെ എപ്പോഴും ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗവൺമെൻറ് അത്രമാത്രം ഫെസിലിറ്റീസാണ് ഇവിടെ UAE ഗവൺമെൻറ് ഓരോ ഏരിയക്കും പ്രധാനം കൊടുത്തിരിക്കുന്നത്. ഏതൊരാൾക്കും, ഏതൊരു മിഡിൽ ക്ലാസ് ആണെങ്കിലും അപ്പർ ക്ലാസ് ആണെങ്കിലും അവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അൽബാബ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ പേയ്മെൻറ്റ് പ്ലാൻസും മറ്റൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ദുബായ് സൗത്തിലാണെങ്കിലും അജ്മാനിലാണെങ്കിലും നമ്മുടെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇപ്പോൾ ഓൺഗോയിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏതൊരു മലയാളിക്കും വളരെ കൺവീനിയൻ്റ് ആയിട്ട് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ഡെവലപ്മെൻറ്റും നമ്മൾ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. UAEയിൽ വളരെ ചുരുക്കം മലയാളി ഡെവലപ്പേഴ്സേ ഉള്ളൂ. അതിൽ വൺ ഓഫ് ദ ലീഡിംഗ് ആൻഡ് ട്രസ്റ്റബിൾ ഡെവലപ്പറാണ് അൽബാബ് ഗ്രൂപ്പ്. അൽബാബ് ഗ്രൂപ്പിന് UAEക്ക് പുറമെ കേരളത്തിലും ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. കണ്ണൂരിൽ എയർപോർട്ടിൻ്റെ നിയർ ബൈ ആയിട്ട് വിത്തിൻ 10 മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസിൽ അവിടെ ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ എല്ലാ ഫെസിലിറ്റീസും 10ന് മുകളിൽ അമ്യൂണിറ്റീസ് ഉള്ള അപ്പാർട്ട്മെൻറ്റ്സ്, ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകൾ UAEയിൽ നിന്നിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് പ്ലാൻ അടച്ചുകൊണ്ട് നാട്ടിലൊരു ലക്ഷറി വില്ല സ്വന്തമാക്കാൻ എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് അൽബാബ് ഗ്രൂപ്പ് മുന്നിട്ട് വെച്ചിരിക്കുന്നത്. അടുത്തറിയാമെന്ന ഇന്നത്തെ സെഗ്മെൻറ്റ് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നതുവരെ ഗുഡ് ബൈ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ എറണാകുളം ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് പറക്കാട്ടിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള ചെട്ടിനാട് കളക്ഷൻ ജ്വല്ലറീസ് ഉണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് കാണാം. ഒരുപാട് കളക്ഷൻ ചോക്കർ നെക്ലേസുകൾ, പിന്നെ ലോങ് ആയിട്ടുള്ള നെക്ലേസുകൾ, കാശ് വെച്ചിട്ടുള്ളത്, മാംഗോ വെച്ചിട്ടുള്ളത്, അങ്ങനെ ഇനി അത് മാത്രമല്ല ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് പരിചയപ്പെടാം. ആൻറ്റിക് പോളിഷിൽ വരുന്ന ജ്വല്ലറി ഉണ്ട്. പിന്നെ നമ്മൾക്ക് ഷോർട്ടായിട്ടുള്ള നെക്ലേസുകളും വരുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾക്ക് അമ്മമാർക്കൊക്കെ ഇടാൻ പറ്റിയ രീതിയിൽ സിമ്പിളായിട്ടുള്ള ഉള്ളി ബോളിലെല്ലാം ചെയ്തിട്ടുള്ള നെക്ലേസസ് ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ, ഞാൻ എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഈ സെയിം പാറ്റേണാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പം ഈ നെക്ലേസ് ഇഷ്ടമായി ഒന്ന് നോക്കിയേ. ഇതൊരു ആൻറ്റിക് ടച്ചിൽ വരുന്ന ചെട്ടിനാട് കളക്ഷനിൽ വരുന്നതാണ്. പിന്നെ ഒരുപാട് മാംഗോ, റൂബി പോട്ട സ്റ്റോൺസ് എല്ലാം ചെയ്തിട്ടുള്ള നെക്ലേസസ്, നമ്മളുടെ ക്രിസ്ത്യൻ മുസ്ലിം കാറ്റഗറിക്ക് പറ്റിയ രീതിയിലുള്ള ബ്ലാക്ക് ആൻറ്റിക്കിൽ വരുന്ന നെക്ലേസ്. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വേറൊരു ഡിസൈനാണ് മാംഗോ നെക്ലേസ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഞാൻ മകൻ്റെ കല്യാണത്തിന് മറ്റൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ
ഇത്രയൊരു കളക്ഷൻസ് നമ്മൾ ഗോൾഡിന് വാങ്ങണമെങ്കിൽ നമുക്ക് ഏകദേശം നല്ലൊരു മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലുള്ള കളക്ഷൻസൊക്കെ വാങ്ങണമെങ്കിൽ ഇതിൽ നിറയെ മുത്തുകളും എന്താ പറയുക കല്ലുകളും എല്ലാ ഹാങ്ങിങ്സും പിന്നെ ഇതിൻ്റെ ആ ഒരു ഗേരു ടോണിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഗോൾഡിലാണെങ്കിലും ഒരു മഡ് ഫിനിഷൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്വർണത്തിൻ്റെ വില തന്നെ നമ്മൾ മഡിന് കൂടി കൊടുക്കേണ്ട ഒരു അവസ്ഥയും വരും. കാരണം ഇതിൻ്റെ ഇടയിലെല്ലാം മണ്ണും അങ്ങനെയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടാണ് അങ്ങനെ ഒരു മഡും കെമിക്കലും ഒക്കെ കൂടെ തേച്ച് പിടിപ്പിച്ചിട്ടാണ് ആ ഓർണമെൻറ്റ് പറക്കാട്ടിൻ്റെ ഓർണമെൻറ്റ്സിലാണെങ്കിലും അതുപോലെ തന്നെ ഗോൾഡിലൊക്കെയാണെങ്കിലും ചെയ്യുന്നത്. അപ്പം ഇതേപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് നമുക്ക് എടുക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം കാണും. പക്ഷേ ചിലപ്പോൾ എല്ലാവർക്കും ബഡ്ജറ്റ് വൈസ് ചിലപ്പോൾ പറ്റണമെന്നില്ല. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വിലയാണെങ്കിൽ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒക്കേഷൻസിന് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ പറക്കാട് ജുവൽസിൻ്റെ ഒരു റേറ്റ് കൂടെ ഒന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ കണ്ടോ നമ്മളുടെ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് ഒരു നിറയെ അണിയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു 5 നെക്ലേസും ഒരു ജിമിക്കയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സെറ്റാണ് വരുന്നത്. അപ്പോൾ ഈ സെറ്റിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും മുകളിൽ വരുന്ന ഈ ഒരു മുല്ലമൊട്ട് പോലെ വരുന്ന റൂബി പോട്ടാ സ്റ്റോൺസ് എല്ലാം വെച്ചിട്ടുള്ള ഈ നെക്ലേസിന് വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 8,700 ഒക്കെയാണ് ഈ ഒരു നെക്ലേസിന് വരുന്നത്. പിന്നെ ചെറിയ ലക്ഷ്മി രൂപമൊക്കെ വെച്ചിട്ട് റൂബി എമറാൾഡ് സ്റ്റോൺസ് എല്ലാം ഹാങ് ചെയ്തിട്ട് വരുന്ന റൂബി പോട്ടാ സ്റ്റോൺസിൽ വർക്ക് ചെയ്തിട്ട് ഇതിലെല്ലാം നിറയെ ലക്ഷ്മി രൂപങ്ങളുള്ളതാണ്. അപ്പോൾ ഈ വരുന്ന ഒരു വർക്കിന് വരുന്ന ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 13,000 ആണ് വരുന്നത്. പിന്നെ അല്പം ഒരു സ്ക്വയർ റൂബി സ്റ്റോൺ എല്ലാം വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള വിത്തൗട്ട് പെൻഡൻറ്റിൽ വരുന്ന ഈ ഒരു നെക്ലേസിന് ഏകദേശം നമുക്ക് വരുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു 12,000 ആണ് വരുന്നത്. പിന്നെ ഇതും നല്ലൊരു പാറ്റേൺ ആണ്. ഇതിനകത്ത് റൂബി എമറാൾഡ് സ്റ്റോൺസ് എല്ലാം വർക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്ന ചെട്ടിനാട് കളക്ഷനാണ്. ഇതിന് 16,000 ഒക്കെയാണ് റേറ്റിൽ വരുന്നത്. പിന്നെ അല്പം ഹെവി ആയിട്ടുള്ള ചെറിയൊരു ഫ്ലോറൽ പാറ്റേണും ഒക്കെ വെച്ചിട്ട് വരുന്ന നല്ല ഒരു എന്താ പറയുക ബീഡ് ചെയിൻ എല്ലാം വരുന്ന ഈ ഒരു മാംഗോ നെക്ലേസിന് നമുക്കൊരു 17,000 ഒക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ഈ ഒരു ജിംക വരുന്നത് ഒരു 6,500 റേഞ്ചിലുമാണ് വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മളൊന്ന് ആലോചിക്കുക, ഗോൾഡിലാവുമ്പോൾ നമ്മൾക്ക് ഇത് തന്നെ ഒരുപാട് വെയിറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇപ്പോഴത്തെ ഒരു ഗോൾഡ് റേറ്റ് വെച്ചിട്ട് അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾക്ക് ഗോൾഡിൻ്റെ അതേ ഫിനിഷിൽ 100% കോൺഫിഡൻസോടുകൂടി ഇടാനായിട്ട് സാധിക്കുന്ന പറക്കാട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സ്. അപ്പോൾ മറ്റു വിശേഷങ്ങളും കൂടുതലായിട്ട് പറക്കാട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സിനെ കുറിച്ച് അറിയാനും എല്ലാം ആയിട്ട് പറക്കാട് ജുവൽസിൻ്റെ ഷോറൂം സന്ദർശിക്കുക. അതേപോലെ തന്നെ പറക്കാട് ജുവൽസിൻ്റെ വെബ്സൈറ്റ് ഓൺലൈൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ കൂടാതെ സോഷ്യൽ മീഡിയ അപ്ഡേഷൻസിനായി പറക്കാട് ജുവൽസിൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് കൂടി ചെക്ക് ചെയ്യാം. ഐക്കോണിക് ഇൻവെസ്റ്റിംഗ്. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വേമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. പേര് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഇവിടെ ഇഷ്ടംപോലെ ലാൻഡ് റൈഡ്സ് ഉണ്ട്, ഇഷ്ടംപോലെ വാട്ടർ റൈഡ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഹാപ്പി ലാൻഡ്. അപ്പോൾ എല്ലാവരും പിള്ളേരും ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരെയും കൂട്ടി നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഈ ഹാപ്പി ലാൻഡിൽ വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് രാവിലെ വന്നിട്ട് വൈകിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഇന്നിവിടെ വന്നവരുടെ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞാലോ? കമാൺ.
ഹായ് കുറച്ചും കൂടി ഒരു സ്പിരിറ്റ്. ഹായ്. ഓക്കെ, എവിടെന്നാ വരുന്നേ? കഴക്കൂട്ടം. ഫാമിലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് അജിത്ത്. ഞാൻ ടെക്നോപാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്, സെപ്റ്റിജ് എന്ന കമ്പനിയിൽ. ഓക്കെ. സഞ്ജന, ഐ എം ഫോർത്ത് ഇയർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്. എവിടെയാ? ഇറ്റ്സ് എറണാകുളം. എറണാകുളത്ത്. മൈ നെയിം ഇസ് ഋതിക. ഐ എം 10th grade student in Dubai. ഓക്കെ, നൈസ്. അഞ്ജു, ഹൗസ് വൈഫാണ്. ഓക്കെ, ദാറ്റ്സ് എ ലവ്ലി ഫാമിലി. ട്രിവാൻഡ്രം കഴക്കൂട്ടത്ത് നിന്നാണ് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈം ആണോ? സെക്കൻഡ് ടൈം. ഇവിടെ നമുക്ക് അടുത്താണല്ലോ കഴക്കൂട്ടത്ത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം എപ്പോഴായിരുന്നു? എത്ര വർഷം മുമ്പാണ് വന്നത്? 10 years back. ഓ, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ വന്നതിന് ഇപ്പോഴത്തേക്ക് ചേഞ്ചസ് തുടങ്ങിയതേ ഉള്ളൂ. അറിയാം, ഇനിയിപ്പം വാട്ടർ റൈഡിനോട് ഇപ്പം പറയാം. യെസ്, ഗോസ്റ്റ് വാസ് ബെറ്റർ. ഓക്കെ. ദെൻ ദ മിറർ ഹൗസ് വാസ് ന്യൂ. ഓക്കെ. Yeah, 5D was new. 5D theater. Okay, how did you feel? That was good. കൊള്ളാം അല്ലേ? ഗോസ്റ്റ് ഹൗസിൽ പോയോ? പോയി. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പേടിച്ചു. പേടിച്ചു. പിന്നെ വേറെ 5Dയിൽ പോയി അല്ലേ? 5Dയിൽ പോയിട്ട് കോസ്റ്റർ എക്സ്പീരിയൻസ് തന്നെയുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നൈസ്, എൻജോയ് ചെയ്തു അല്ലേ മാം? ഒരു ചെറിയ ക്വസ്റ്റ്യൻ. ഓക്കെ. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്ന് സത്യം പറയും. സത്യം പറയും. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അവസാനം നിന്ന് സത്യം പറയും. ക്ലൂ സത്യം പറയും, അതാണ് ക്ലൂ. സത്യം പറയുന്ന ഒരു സാധനമാണ് ക്ലൂ. അതാണ് അച്ഛൻ എന്തായാലും ഒരു ക്ലൂ തന്നു. ഗംഭീര ക്ലൂ ആണ്. ഇല്ല, തോറ്റു. ത്രാസ്. അതാ പറഞ്ഞ യു ആർ ക്ലോസ് ടു ഇറ്റ് എന്നുള്ളത്. Even to quote, you said close to it. Yeah. I was saying completely in quote, something happening. Quote, yeah, ജഡ്ജിന്റെ റൂമിലില്ലേ ത്രാസ്? നീതി. Exactly. Okay. Anyway, it was a good try. Thank you so much. You have a gift. Okay, so ഇത്രയും ട്രൈ ചെയ്തതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. Gift goes to Thank you so much. ഓക്കെ, അപ്പോൾ ഹാവ് ഫൺ, എൻജോയ്. ബൈ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും focus123@gmail.com എന്ന മെയിൽ ID-യിലേക്ക് എഴുതി അറിയിക്കുക. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ. ഫോക്കസ് presented by Happy Land Amusement Park, തിരുവനന്തപുരം. Powered by ഇനി കൺഫ്യൂഷനേ വേണ്ട. ഉപരിപഠനം ഫ്ലൈ വേൾഡിലൂടെ തന്നെ. Sponsored by Iconic Investing. Co-powered by Global Laboratories. Co-presents Wisdom Education, Sharjah and Abu Dhabi.